ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2233. ഇന്ന് ഫെബ്രുവരി മാസം 10-ാം തീയതി. ഈ ആണ്ടിലെ 41-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം അവസാനിക്കുന്ന ഭാഗം വീണ്ടും ഒന്നുകൂടെ തപ്പിയെടുത്ത് വായിക്കാമോ? പ്രത്യേകിച്ച് അതിൻ്റെ 26-ാമത്തെ വചനം വല്ലാതെ കൊള്ളുകയും പൊള്ളുകയും ചെയ്തു. താങ്ങാനാവാത്തത് കൊണ്ട് അത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പങ്കുവച്ചാൽ, പകർന്നു കൊടുത്താൽ ഉള്ളിലെ കനലിന്റെ പൊള്ളലിനൊരു അറുതിയും ആശ്വാസം വരുമായിരിക്കും. യേശു പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. അങ്ങനെ ഒരു കൂട്ടർ ഈ ഭൂമിയിലുണ്ട്. അവരെ കണ്ടെത്തിയത് യേശു തന്നെയാണ്. ഒരു പരിധിവരെയും അവർ അവരെ കണ്ടെത്തിയിട്ടില്ല. അവർ അവരെ ഇങ്ങനെ മനസ്സിലാക്കിയെടുത്തിട്ടുമില്ല. അവർ അവരെ ഇങ്ങനെ ശരിയായ വിധത്തിൽ തിരിച്ചറിഞ്ഞിട്ടുമില്ല. തിരിച്ചറിയാനായിട്ട് വലിയ സാധ്യതയുമില്ല. എന്നാൽ ഓർത്തോളം, ഞാൻ ഓർത്തുകൊള്ളണം, യേശു എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ വചനങ്ങൾ കേൾക്കുകയും, അതെ, കാര്യമായി കേൾക്കുന്നുണ്ട്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ സുവിശേഷത്തിൽ ഇവിടെ ഇങ്ങനെ വായിക്കുമ്പോൾ പെൻസിൽ കൊണ്ടൊന്ന് എഴുതുന്നുണ്ട്. ഈ വചനങ്ങൾ കേൾക്കുകയും എന്നതിനൊപ്പം ഒരു കോമായിട്ടിട്ട് പറയുകയും അല്ലെങ്കിൽ അറിയിക്കുകയും, രണ്ടും ഒരുപക്ഷെ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ തൊഴിലിന്റെ ഭാഗമാണല്ലേ. അങ്ങനെ പറയുകയും അറിയിക്കുകയും ചെയ്യുമ്പോഴും അവ അനുസരിക്കാതിരിക്കുക, അതൊരു വലിയ ആരോപണമാണ് കേട്ടോ. അതൊരു വലിയ ആപത്ത് പിടിച്ച അവസ്ഥയാണ്. അറിയുക, വായിക്കുക, കേൾക്കുക, പറയുക എല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ അവ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവർ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനാണ്. വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്, ആത്മഭാരം തോന്നുന്നുണ്ട്, ലജ്ജ തോന്നുന്നുണ്ട്. ഈ തോന്നലുകളൊക്കെ കുറച്ചുകൂടി ഗുണപരമായിട്ട് എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയാൽ നല്ലതായിരുന്നു. അങ്ങനെ ഈ വചനം കേൾക്കുകയും മനസ്സിലാക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നവർ അത് അനുസരിക്കാനും കൂടി ഒന്ന് ആരംഭിച്ചിരുന്നെങ്കിൽ, അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ദൈവമേ നല്ല പുലരിയില്ല, എന്നെ അതിനും കൂടി ഒന്ന് യോഗ്യനാക്കിയിരുന്നെങ്കിൽ. ആമേൻ.